തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരത്തിലെ 4 വരിപ്പാതയിൽ സ്ഥലപരിശോധന നടത്തിയ നാറ്റ്പാക് സംഘം. ശാസ്ത്രീയമായ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സംഘം സന്ദർശനം നടത്തിയത്. മൂവാറ്റുപുഴ നഗരത്തിലെ പുതുതായി നിർമ്മിച്ച 4 വരിപ്പാതയുടെ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ഭാഗമായി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക് സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ വിശദമായ സ്ഥലപരിശോധന നടന്നു. മാത്യു കുഴൽനാടൻ MLA യുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ശാസ്ത്രീയ പഠനം ക്രമീകരിച്ചത്. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷാഹിം S, സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനീഷ് കിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ നേരിട്ട് സന്ദർശിച്ച് പരിശോധന നടത്തിയത്. നഗര റോഡ് വികസനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ റോഡിലെ ലൈറ്റിംഗ് സംവിധാനം, ട്രാഫിക് സിഗ്നലുകൾ, യു-ടേൺ ക്രമീകരണങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, സീബ്ര ക്രോസിംഗുകൾ, ബസ് ബേ, ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയവ സംബന്ധിച്ചുള്ള വിവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംഘം വിശദമായി വിലയിരുത്തി. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എത്തുകയും ഞങ്ങൾ ഈ 1.3 കിലോമീറ്റർ പോസ്റ്റ് ഓഫീസ് മുതൽ നെഹ്റു പാർക്ക് വരെ 1.3 കിലോമീറ്റർ ഏരിയ മൊത്തത്തിൽ പഠിക്കുകയും അതിൻ്റെ പ്രകാരം ഞങ്ങൾ നിർദ്ദേശങ്ങൾ അധികം വൈകാതെ ഞങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഇതിന് ഞങ്ങൾക്ക് വേണ്ട കുറേ റിപ്പോർട്ടുകൾ, അതായത് ഈ പ്ലാനുകളും അതുപോലെ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും MLA ഇപ്പം പറഞ്ഞു ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ പരാതികളും നോക്കിയിട്ട് ഞങ്ങൾ ശാസ്ത്രീയപരമായ രീതിയിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളോട് കൂടിയുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഞങ്ങൾ തരാൻ പോകുന്നത്. ഇത് എത്രയും വൈകാതെ ഞങ്ങൾ തരും. കൂടാതെ ഒരു ആക്സിഡന്റ് ബ്ലോക്ക് സ്പോട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ സന്ദർശിക്കുകയും അതിന്റെ റിപ്പോർട്ടും സമർപ്പിക്കുന്നതായിരിക്കും. ആരുടെയും പ്രത്യേക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാതെയും ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെ അവഗണിക്കാതെയും പൂർണ്ണമായും ശാസ്ത്രീയമായ സമീപനത്തിലൂടെ ഗതാഗത ക്രമീകരണങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നതാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. ഈ വിഷയത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രാവീണ്യമുള്ള സ്ഥാപനങ്ങളിലൊന്നായ നാറ്റ്പാക്കിനെയാണ് പഠനത്തിനായി ഏൽപ്പിച്ചതെന്നും മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കി. മൂവാറ്റുപുഴയിലെ വിവിധ സംഘടനകൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ MLA നാറ്റ്പാക് സംഘത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സംഘം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നും MLA പറഞ്ഞു. എന്റെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങളെല്ലാം ഞാൻ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് പൗരപ്രമുഖർ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അവരുടേതായ സജഷൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവരതിൻ്റെ എല്ലാം ഫീസിബിലിറ്റി നോക്കി ഏത് നിലയിലാണോ ശുപാർശ ചെയ്യുന്നത്, ഏത് നിലയിലാണോ റിപ്പോർട്ട് വരുന്നത്, അത് അതേപടി നടപ്പിലാക്കും. അതിൽ മറ്റ് യാതൊരു വെള്ളം ചേർക്കൽ ഉണ്ടാകത്തില്ല. ആ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. മുനിസിപ്പാലിറ്റിയുടെ അഭിപ്രായവും ഏറ്റവും ശാസ്ത്രീയമായി തന്നെ ഈ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അഭിപ്രായം ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ട്രാഫിക് പോലീസിൻ്റെ അഭിപ്രായം പരിഗണിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ച് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു തീരുമാനം KRFB നടപ്പിലാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് KRFBയുടെയും നാറ്റ്പാക് സംഘത്തിൻ്റെയും സംയുക്തമായ പരിശോധന പൂർത്തിയാവുകയാണ്. ഇതുകൂടാതെ നമ്മുടെ ഈ പ്രദേശത്തെ പഴക്കാപ്പള്ളി ഭാഗത്ത് നിരന്തരമായി ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് അവർ നോക്കി റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാറ്റ്പാക് സംഘം സമർപ്പിക്കുന്ന ശുപാർശകൾ കേരള സർക്കാരിന്റെ റോഡ് സേഫ്റ്റി വിങ്ങിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതായിരിക്കും. 4 വരിപ്പാതയിലെ ഗതാഗത ക്രമീകരണങ്ങൾ ഇനിയുള്ള 20 മുതൽ 30 വർഷം വരെ നഗരത്തിന്റെ ഗതാഗത ഭാവി നിർണ്ണയിക്കുമെന്നതിനാൽ ദീർഘകാല കാഴ്ചപ്പാടോടെയും ശാസ്ത്രീയ അടിത്തറയോടെയുമാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.